ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാരുടെ ജീവിതം രാജകീയമായി മാറുവാൻ പോകുന്നു. കൈനിറയെ പണമെത്തും. രാജാവിനെ പോലെ ഇനി വാഴുവാൻ സാധിക്കും. ഈ രാശിക്കാർക്ക് ലഭിക്കുന്നത് സുവർണ നേട്ടങ്ങളാണ്. ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യം രാശിമാറ്റങ്ങൾക്കുണ്ട്. എന്നാൽ ഗ്രഹങ്ങളുടെ ഈ സംക്രമണം പലപ്പോഴും നേട്ടങ്ങളും അതുപോലെ തന്നെ മോശം കാര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ചില രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ അനുഗ്രഹം വന്നു ചേരും. ജ്യോതിഷം അനുസരിച്ച് ഓരോ ഗ്രഹവും നിശ്ചിത സമയത്തിന് ശേഷം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറും. ഏപ്രിൽ അവസാനത്തോടെ ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വയും ശുക്രനും സംക്രമിക്കുവാൻ പോകുന്നു. ഏപ്രിൽ 23-ന് ചൊവ്വ മീനരാശിയിലേക്കും 25-ന് ശുക്രൻ മേടരാശിയിലേക്കും പ്രവേശിക്കും. ഇതിലൂടെ ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിക്കാർക്ക് സമ്പത്തിൽ ആറാടുവാനുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കൈനിറയെ സമ്പത്ത് ഇവർക്ക് ലഭിക്കും. ചൊവ്വയുടെയും ശുക്രന്റെയും സംക്രമണം ഇവരെ രാജകീയമായ ജീവിതത്തിലേക്ക് നയിക്കും. ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ തെളിയുകയും ചെയ്യും. ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വലിയ ലാഭം നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും. നിരവധി പ്രയോജനങ്ങൾ ഇതിലൂടെ ലഭിക്കും. വരുമാനം നിങ്ങളുടെ കുത്തനെ വർദ്ധിക്കുവാൻ പോകുന്നു. നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. എന്തു കാര്യത്തിലും സൗഭാഗ്യം മാത്രമാണ് മേടം രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ഇടവം രാശിക്കാരാണ്. ചൊവ്വ ശുക്ര സംക്രമണം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സമൃദ്ധിയാണ് വന്നു ചേരുവാൻ പോകുന്നത്. ഐശ്വര്യം ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. പുരോഗതിയുടെ കാലമായിരിക്കും ഇവർക്ക് അങ്ങോട്ടുണ്ടാവുക. ഭാഗ്യം ഇവരുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവുന്നതാണ്. വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. സമ്പത്ത് ഇരട്ടിയാവാനും അതുവഴി വളരെയധികം ആളുകളെ സഹായിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന എല്ലാ ജോലികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും സാധിക്കും. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിലൂടെയും വളരെയധികം ധനം നിങ്ങളുടെ ജീവിതത്തിൽ കുമിഞ്ഞു കൂടുന്നതാണ്. മറ്റ് ആനുകൂല്യങ്ങൾക്കൊപ്പം ഇഷ്ടം പോലെ സമ്പത്തും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് കന്നി രാശിക്കാരാണ്. ചൊവ്വയുടെയും ശുക്രന്റെയും സംക്രമണം കന്നി രാശിക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ ഏറെ പുരോഗതിയാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. അനുകൂലമായ സമയമാണ് ഈ രാശിക്കാർക്ക് വന്നിരിക്കുന്നത്. ശത്രുക്കളെല്ലാം ഈ കാലയളവിൽ നിങ്ങളിൽ നിന്നും ഇല്ലാതാവും. കോടതി നടപടികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുകൂലമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പഴയ രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തു തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അതെല്ലാം മാറിക്കിട്ടുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയം കന്നി രാശിക്കാർക്ക് കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് തുലാം രാശിക്കാരാണ്. ഈ രാശിക്കാരുടെ ജീവിതം അടിമുടി മാറുവാൻ പോകുന്നു. നിങ്ങളുടെ ചിലവുകൾ ഈ സമയത്ത് കുറയും. അതോടൊപ്പം വരുമാനം വളരെയധികം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യും. ധനസമ്പാദനത്തിന് കൂടുതൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടും. അതോടൊപ്പം കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നുചേരും. രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ചെയ്യും. ജോലിയിലും ബിസിനസ്സിലും അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തൊട്ടതെല്ലാം നിങ്ങൾക്ക് പൊന്നാക്കുവാൻ സാധിക്കും. തുലാം രാശിക്കാരുടെ ജീവിതം എല്ലാ രീതിയിലും അടിമുടി മാറുവാൻ പോകുന്നു. അടുത്തത് മീനം രാശിക്കാരാണ്. മീന രാശിക്കാർക്കും വളരെ നല്ല സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതമാകെ മാറി മറിയുകയും ചെയ്യും. സമ്പത്ത് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയുവാൻ പോകുന്നു. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകുന്ന സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതികളാണ് വന്നു ചേരുന്നത്. പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു സമയം വന്നു ചേരും. മീനം രാശിക്കാരെ തേടി സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. അതും പലയിടങ്ങളിൽ നിന്നാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.
ഭാഗ്യം നിങ്ങളുടെ കൂടെ എല്ലാ രീതിയിലും വന്നു ചേരും. എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.